ജമ്മു കാശ്മീർ ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ കിരീടമായി തിളങ്ങുന്ന പ്രദേശം. അതിൻ്റെ പ്രകൃതി സൗന്ദര്യം കാരണം ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എന്നാൽ പലപ്പോഴും സംഘർഷങ്ങളും അശാന്തിയും നിറഞ്ഞ വാർത്തകളാണ് ഇവിടേക്ക് ശ്രദ്ധ ക്ഷണിക്കാറുള്ളത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കവരുകയും ഈ പ്രദേശത്തെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നു. ജനങ്ങളും സൈന്യവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഊഷ്മളത വിളിച്ചോതുന്ന ഈ വീഡിയോ പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുന്നുണ്ട്. വീഡിയോ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിന്നുള്ളതാണ്. സൈനിക വേഷം ധരിച്ച ഒരു ഉദ്യോഗസ്ഥൻ പ്രദേശവാസികളായ യുവാക്കൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ സൈന്യത്തിലെ രാഷ്ട്രീയ റൈഫിൾസ് എന്നറിയപ്പെടുന്ന 44ാം യൂണിറ്റിൽ നിന്നുള്ള ആളാണ്. രാഷ്ട്രീയ റൈഫിൾസ് ജമ്മു കാശ്മീരിലെ കലാപങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും നേരിടുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യം നേടിയ ഒരു വിഭാഗം സൈനികമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യൂണിറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ നാട്ടുകാരുമായി ഇത്രയധികം സൗഹൃദത്തിൽ ഇടപെടുന്നത് സാധാരണക്കാർക്കിടയിൽ വളരെ വലിയ കൗതുകമുണ്ടാക്കുന്നു. ഈ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വ്യക്തി നൽകിയ കുറിപ്പാണ് ദൃശ്യങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കിയത്. കാശ്മീരിലെ ഷോപ്പിയാനിൽ ഇന്ത്യൻ സൈന്യം നാട്ടുകാർക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നു. കാശ്മീർ ജനങ്ങളും സൈനികരും തമ്മിലുള്ള സൗഹൃദം ഓരോ നിമിഷവും സുദൃഢമാകുകയാണ്. നേരത്തെ ഇത് അസാധ്യമെന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ യുവാക്കൾ സൈന്യം ചെയ്യുന്നതെല്ലാം തങ്ങളെ ശക്തിപ്പെടുത്താനാണെന്ന് തിരിച്ചറിയുന്നു. ഈ വാക്കുകൾ, ഈ വീഡിയോ കേവലം ഒരു കായിക വിനോദത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ സൂചനയാണെന്ന് വ്യക്തമാക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീഡിയോ കണ്ടത്. ആയിരക്കണക്കിന് പേർ അത് റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. 44 രാഷ്ട്രീയ റൈഫിൾസ് രാജ്പുത് റെജിമെന്റ് അവരുടേത് വേറെ ലെവൽ ഓരയാണ് എന്നൊരു ഉപയോക്താവിന്റെ കമന്റ് ഈ സൈനിക വിഭാഗത്തോടുള്ള ആദരവ് പ്രകടമാക്കുന്നു. സുരക്ഷാ സേനകളും മാധ്യമപ്രവർത്തകരും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾ കൂടുതലായി കാശ്മീർ സംഘടിപ്പിക്കണമെന്ന മറ്റൊരാളുടെ നിർദ്ദേശം ഈ സൗഹൃദപരമായ ഇടപെടലുകൾക്ക് കൂടുതൽ പ്രചാരം നൽകേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർഷങ്ങളായി കാശ്മീർ താഴ്വരയിൽ സൈന്യവും സാധാരണക്കാരും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, ഏറ്റുമുട്ടലുകൾ എന്നിവ സാധാരണമായിരുന്ന ഈ പ്രദേശത്ത് സൈനിക സാന്നിധ്യം ശക്തമായിരുന്നു. ഇത് പലപ്പോഴും ജനങ്ങളിൽ ഭയവും ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ ഇന്ത്യൻ സൈന്യം അവരുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേവലം സുരക്ഷാ ദൗത്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സൈനികർ ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങളിൽ പങ്കുചേരാനും ശ്രമിക്കുന്നു. ഈ വീഡിയോ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സദ്ഭാവന പോലെയുള്ള പദ്ധതികൾ ഇതിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി സൈന്യം പ്രാദേശിക സമൂഹങ്ങൾക്ക് വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ അവസരങ്ങൾ ഒരുക്കുന്നു. സ്കൂളുകൾ നിർമ്മിക്കുക, ആരോഗ്യ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, യുവജനങ്ങൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുക, സ്പോർട്സ് ടൂർണമെന്റുകൾ നടത്തുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. ഈ പ്രവർത്തനങ്ങൾ സൈന്യത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിച്ചിട്ടുണ്ട്. സൈനികരെ കേവലം പോലീസുകാരായി കാണുന്നതിന് പകരം അവർ സമൂഹത്തിന്റെ വികസനത്തിന് സഹായിക്കുന്നവരും സുഹൃത്തുക്കളുമായി മാറുന്നു. ഷോപ്പിയാനിലെ ക്രിക്കറ്റ് വീഡിയോ ഈ മാറ്റത്തിന്റെ ഒരു ദൃശ്യമായ സാക്ഷിയാണ്. ക്രിക്കറ്റ് ഇന്ത്യയിലെ ഒരു വികാരമാണ്. ജനങ്ങൾക്കും സൈനികർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു കായിക വിനോദം ഒരുമിച്ച് കളിക്കുന്നതിലൂടെ അവർക്കിടയിലെ എല്ലാ അതിരുകളും മാഞ്ഞു പോകുന്നു. ചിരിയും തമാശകളും പങ്കുവെച്ച് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ അവർക്കിടയിൽ പരസ്പര വിശ്വാസം വളരുന്നു. ഈ വിശ്വാസം സമാധാനപരമായ ഒരു ഭാവിക്കുള്ള അടിത്തറ തന്നെയാണ് പാകുന്നത്. അതേസമയം ചില രാഷ്ട്രീയ നിരീക്ഷകർ ഈ വീഡിയോയെ മറ്റൊരു കണ്ണിലൂടെ നോക്കിക്കാണുന്നുണ്ട്. ഇത്തരത്തിലുള്ള സൗഹൃദപരമായ ദൃശ്യങ്ങൾ കാശ്മീരിലെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി പ്രതിഫലിക്കുന്നില്ലെന്നും ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കാശ്മീരിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യവും ഭീകരവാദത്തിന്റെ ഭീഷണിയും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ വീഡിയോ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നതിലൂടെ മാത്രമേ ഒരു യഥാർത്ഥ സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ.
സൈന്യം ആ ലക്ഷ്യത്തിലേക്കുള്ള ശരിയായ പാതയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കാശ്മീരിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ വാർത്താചിത്രം മാറ്റിയെഴുതാൻ സഹായിക്കുന്നു. സംഘർഷങ്ങളും തീവ്രവാദവും മാത്രം നിറഞ്ഞ ഒരു പ്രദേശമായി കാശ്മീരിനെ കാണുന്ന ഈ ലോകത്തിന് മുന്നിൽ അവിടുത്തെ സാധാരണക്കാരുടെ സന്തോഷവും സൈന്യവുമായുള്ള അവരുടെ സൗഹൃദവും ഇത് തുറന്നു കാട്ടുന്നു. ഇതൊരു നല്ല മാറ്റത്തിനുള്ള തുടക്കമാണ്. കൂടുതൽ ഇത്തരത്തിലുള്ള സൗഹൃദപരമായ ഇടപെടലുകൾ ഉണ്ടാകുകയും ജനങ്ങൾക്കും സൈനികർക്കും പരസ്പരം വിശ്വസിക്കാനും സഹകരിക്കാനും സാധിക്കുകയും ചെയ്താൽ മാത്രമേ കാശ്മീരിൽ ശാശ്വത സമാധാനം പുലരുകയുള്ളൂ. ഈ വീഡിയോ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചെറിയ കാൽവെപ്പ് മാത്രമാണ്. എന്നാൽ അത് നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ്.